പ്രിയപ്പെട്ടവരെ, 2026 മേട വിഷു ഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ മകരക്കൂറുകാരുടെ പൊതുഫലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാന വിഷയമാക്കിയിരിക്കുന്നത്. മകരക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൽ മുക്കാല്, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി ഇവ ചേർന്നതാണല്ലോ. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് കൊല്ലവർഷം 1201 മേടമാസം 1-ാം തീയതി ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്ക്, അതായത് 9 മണി പകൽ സമയം 32 മിനിറ്റിന് ചതയം നക്ഷത്രം അതിൻ്റെ 3-ാമത്തെ പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ്. ഈ സംക്രമഫലം മകരക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള പരിഹാര നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജ്യോതിഷ കുതുകിയായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും വളരെ പ്രയോജനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണാധിക്യം കൂടുതലുള്ള ഒരു കാലഘട്ടമാണ്. എന്ന് പറഞ്ഞ ദോഷം ഇല്ല എന്ന് അർത്ഥമില്ല. ധനാഗമന മാർഗങ്ങൾ പുതുതായിട്ട് തുറന്നു കിട്ടുന്ന കാലഘട്ടമാണ്. കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന ബാധ്യതകളെ കുറച്ചു കൊണ്ടുവരാൻ ഈ കാലഘട്ടത്തിലെ നമ്മുടെ പുതിയ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കുന്നതാണ്. തൊഴിൽ മാർഗങ്ങൾ പുതുതായിട്ട് തുറന്നു കിട്ടുന്നതാണ്. പുതിയ തീരുമാനങ്ങൾ ജീവിതത്തിൽ പുതിയ വഴികാട്ടിയായി മാറുന്ന കാലഘട്ടവും കൂടിയാണ്. കുടുംബജീവിതത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. കുടുംബ ഷെയർ കിട്ടാനുള്ള യോഗം ഈ കൊല്ലം കാണുന്നുണ്ട്. കുറെ കാലമായിട്ട് വിൽക്കാതിരുന്ന വസ്തുവകൾ വിൽക്കാനുള്ള സാധ്യതയും തെളിയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രത്തോളം ധനാഗമനം അതിൽ നിന്ന് ലഭ്യമായില്ല എന്ന് വന്നേക്കാം. എങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഇത് ഗുണകരമാകും. പട്ടി, പൂച്ച മുതലായ മൃഗങ്ങളുടെ ആക്രമണത്തെ കരുതിയിരിക്കണം. പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. കല്യാണ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായി വരുന്നതാണ്. പ്രണയിതാക്കൾക്കിടയിൽ ചില ആശയവിനിമയ പൊരുത്തക്കേടുകൾ ഉണ്ടായി വന്നേക്കാം. കിടപ്പ് രോഗികൾക്ക് ആശ്വാസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായി വരും. കുടുംബക്ഷേത്രത്തിൽ പോകാനും വഴിപാടുകൾ കഴിക്കാനും യോഗമുണ്ട്. അസൂയക്കാരുടെ ചില വാക്ശരങ്ങൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുമെങ്കിലും തന്ത്രപൂർവം അത്തരം സന്ദർഭങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളെ സൂക്ഷിക്കുക. ആ വൃക്ഷങ്ങൾ നിമിത്തം വീട്ടിന് ചില കേടുപാടുകൾ ഉണ്ടായി വരാൻ സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. പൊതുജന സമ്മതി നേടിയെടുക്കാൻ കഴിയുന്ന കാലഘട്ടമാണ്. വീട് നിർമ്മാണമോ വീടുമായി ബന്ധപ്പെട്ട ചില കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടായി വന്നേക്കാം. പഴയ വാഹനങ്ങൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ എഞ്ചിൻ പാർട്ട് നോക്കിയിട്ടേ മേടിക്കാവൂ. ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ധനച്ചെലവ് കൂടുതലായിട്ട് വന്നേക്കാം. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതാണ്. കുട്ടികൾക്ക് ശാരീരിക വൈഷമ്യം ഉണ്ടായി വന്നേക്കാം. കളഞ്ഞുപോയി എന്ന് കരുതിയിരുന്ന ചില സാധനങ്ങൾ നമുക്ക് തിരികെ ലഭിക്കുന്നതാണ്. വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർ അമിതമായ ആത്മവിശ്വാസത്തോടുകൂടി പോകാതിരിക്കുക. കൃത്യമായിട്ടുള്ള ആസൂത്രണം നിർവഹിച്ച് ജോലി ഉറപ്പുവരുത്തിയിട്ട് ശേഷം മാത്രം കയറി പോകുന്നതായിരിക്കും ഗുണകരം. പൊതുസ്ഥലത്ത് അബദ്ധങ്ങൾ പറഞ്ഞ് ഇളിഭ്യത നേടാൻ സാധ്യതയുണ്ട്. പുതിയ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് ഗുണകരമായിട്ടുള്ള ചില കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ്. തൊഴിലിടത്ത് ചില ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതാണ്. ആവശ്യമില്ലാതെ കുടുംബ പ്രശ്നങ്ങളിൽ കൊണ്ടുപോയി തലവെച്ച് മനസ്വസ്ഥത നഷ്ടപ്പെടുത്താം. പുതിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ സാധ്യത കാണുന്നുണ്ട്. കൃഷി, വ്യവസായം മുതലായവയിൽ നിന്ന് നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ചില കാര്യങ്ങൾ ആരംഭിക്കാൻ വൈകുന്നത് അതിൻ്റെ ലാഭത്തെ ബാധിക്കുന്നതാണ്. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനങ്ങൾ ഉണ്ടായി വരുന്നതാണ്. കഴിവുകൊണ്ട് നല്ല വിജയത്തെ നേടിയെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ മകരക്കൂറുകാരുടെ മേടഫല സംക്രമങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനായിട്ടുള്ള ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകുന്നു. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും താല്പര്യപ്പെടുന്നു. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടും ഈ ചാനലിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുക. എങ്കിലായിരിക്കും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുക. അപ്പോൾ നമുക്ക് ദോഷപരിഹാരാർത്ഥമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലേക്ക് വരാം. ശിവക്ഷേത്രത്തിൽ പ്രദോഷ ദിവസം എള്ളെണ്ണ ഇവ നടക്കി വെക്കുക. ആ ദിവസം തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. ശാസ്താവിന്
നീല ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ കൊണ്ട് മാല കെട്ടി ചാർത്തുക. സുദർശന യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം നെയ്വിളക്ക് സമർപ്പിക്കുക. വീട്ടിൽ പത്മമായിട്ട് ലക്ഷ്മി പൂജ നടത്തുക മുതലായവ പരിഹാരാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിനൊരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ, ഹരിചന്ദ്ര മഠം. നമസ്തേ.